ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പറയാൻ വേണ്ടി പോണത് ഒരു ഹിന്ദി സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ജീവൽ തീഫ് എന്നാണ് ഈ സിനിമയുടെ പേര്. സെയ്ഫ് അലി ഖാനാണ് ലീഡിങ് ആയിട്ടുള്ളൊരു ആക്ടറായിട്ട് ഈ സിനിമയിൽ വരുന്നത്. സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം. സെയ്ഫ് അലി ഖാനെ ഒരാൾ കുത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കേസ് നമ്മൾ അറിഞ്ഞായിരുന്നു. അത് ഈ സിനിമയുടെ ഒരു റിലീസ് സംബന്ധപ്പെട്ട ആ ഒരു ടൈമിലാണ് ആ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായത്. അപ്പോൾ ഈ സിനിമയുടെ ഒരു പ്രമോഷന് വേണ്ടി ഇത് ഉണ്ടാക്കിയ ഒരു ഇൻസിഡൻ്റ് ആണെന്ന് പറയുന്നുമുണ്ട്. അത് സ്വാഭാവികമായിട്ട് വന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രണ്ട് രീതി നിൽക്കണം. അതായത് ഞാൻ പറയാൻ വേണ്ടി കാരണം ഈ സിനിമയുടെ ഒരു റിലീസ് സമയത്താണ് ഈ ഒരു വിഷയം ഇവിടെ ഉണ്ടാകുന്നത്. പിന്നെ ജീവൽ തീഫ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ട സമയത്ത് നമ്മുടെ മലയാളത്തിലെ വെട്ടവും ക്രൈസി ഗോപാലൻ സിനിമയും കൂടെ ഒന്നാക്കി വെച്ച് എങ്ങനെ ഇരിക്കും, അമ്മാതിരി ഒരു സ്ക്രിപ്റ്റ്. പിന്നെ ഹിന്ദി സിനിമയുടെ ഒരു മേക്ക് ഓവർ കൊണ്ട് അതിങ്ങനെ സ്റ്റൈലിഷ് ഡ്രസ്സ്, BGM, ആക്ഷനുകളൊക്കെ പോകണമെങ്കിൽ പോലും തിരക്കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈസി ഗോപാലനെയും വെട്ടവും കൂടെ ഒന്നാക്കി എങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരു സ്ക്രിപ്റ്റാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ ഒരു ക്ലൈമാക്സ് പോർഷനൊക്കെ എത്തുമ്പോൾ കുറച്ച് എൻഗേജ്ഡ് ആവുന്നുണ്ട്. ക്ലൈമാക്സ് പോർഷനൊക്കെ വേറെ ലെവലാണ്. ആ ഒരു ഫൈറ്റ്, റോബറി സീന്, പിന്നെ ട്വിസ്റ്റുകൾ, സീക്വൻസ്, ക്ലൈമാക്സിൻ്റെ ഒരു 10-15 മിനിറ്റ് കാണാൻ വേണ്ടി വേറെ ലെവലായിരുന്നു. പിന്നെ ഈ സിനിമ കാണണമോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ലാഗാണ്. വേണമെങ്കിൽ കാണാം, ഒരു വൺ ടൈം വാച്ചബിൾ സിനിമയാണ്. പക്ഷേ ക്ലൈമാക്സ് പോർഷൻ ഓക്കെയുമാണെന്നുള്ള കാര്യം മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. അതുകൊണ്ട് എടുത്തു വെച്ച് കണ്ടു തന്നെ ഒരു ജസ്റ്റ് ഒരു ടൈം പാസ് പടം എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. പിന്നെ അത്യാവശ്യം ഫൈറ്റ് സീക്വൻസ് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകണം. പിന്നെ ഈ സിനിമയ്ക്ക് രണ്ടാം ഭാഗമുണ്ട്. അവസാനം കൊണ്ട് എൻഡ് ചെയ്യിപ്പിച്ചിരിക്കുന്ന മറ്റൊരു ചലഞ്ചിലേക്കുള്ള തുടക്കത്തിലാണ് എൻഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് വെയിറ്റിംഗ് ആണ്. ഇനി എന്നുണ്ടാകുമെന്ന് അറിയത്തില്ല, എന്നാൽ ഇറങ്ങുമെന്നൊന്നും അറിയത്തില്ല. എന്നാൽ ആ ഒരു കാര്യം വെച്ച് സെക്കൻഡ് പാർട്ടും ഉണ്ടതുകൊണ്ട് വൺ ടൈം വാച്ചബിൾ സിനിമയാണ് ഈ ഒരു ജീവൽ തീഫ് എന്ന സിനിമ. താല്പര്യമുള്ളത് എടുത്ത് വെച്ച് കാണാം. കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം എടുത്ത് വെച്ച് കണ്ടാൽ മതി. ഇത്രയുള്ളൂ പറയാനായിട്ട്.